ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കടത്തിനെ കുറിച്ചിട്ടുള്ളതാണ് വിഷയം. നമ്മളുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ കടം വാങ്ങി വളരെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവർക്ക് ഏതു നേരം ടെൻഷനാണ്. ഈ കടത്തിനെ ഓർത്തിട്ട് അവർക്ക് ഏതു നേരവും ടെൻഷനാണ് അല്ലേ. അപ്പോൾ പല അത്യാവശ്യങ്ങൾക്കായിട്ടും കടം വാങ്ങാറുണ്ട്. പക്ഷെ അത്യാവശ്യങ്ങൾക്ക് കടം വാങ്ങിയേ പറ്റുള്ളൂ. കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ചിലപ്പോൾ പേഴ്സണലായിട്ട് പരിചയമുള്ള ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ ബാങ്കിൽ പോയി ലോണായിട്ടോ ഒക്കെ നമ്മൾ കടം എടുക്കാറുണ്ട് അല്ലേ. പക്ഷെ നമ്മളിത് എടുക്കുമ്പോൾ അത്യാവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അനാവശ്യത്തിനും ആവശ്യത്തിനും വേണ്ടി കടം നമ്മൾ എടുക്കരുത്. കാരണം നമ്മൾ കടം എടുക്കാൻ പോകുന്നതിന് മുമ്പ് കുറേ തവണ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കടം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അതിനുള്ള വരുമാനം എനിക്കുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നാളെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമ്പോൾ കടം കിട്ടി നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ പല ചിലവുകളും വന്ന് ഈ കടം അടയ്ക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ടെൻഷൻ ആവുക, ഉറക്കം നഷ്ടപ്പെടുക. ശരിക്കും പറഞ്ഞാൽ ഈ കടം എന്ന് പറയുന്നത് മനസ്സിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് അല്ലേ. ശരീരത്തിനെ ബാധിക്കുന്ന ക്യാൻസറിനൊക്കെ നമുക്ക് ചികിത്സയുണ്ട്. 50% ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാൻ പറ്റും. പക്ഷേ ഈ മനസ്സിനെ ബാധിക്കുന്ന ക്യാൻസർ ഒരു മരുന്നിനും നമുക്ക് പ്രതിവിധി ആവില്ല. ഒരു മരുന്നിനും അത് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, കടം വാങ്ങുമ്പോൾ പല പ്രാവശ്യം നമ്മൾ ആലോചിക്കണം. ഈ കടം ആവശ്യമാണോ, അനാവശ്യമാണോ, അതോ അത്യാവശ്യമാണോ? അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കടം എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഞാൻ അങ്ങനെ പണ്ട് മുതലേ ആലോചിച്ചത് കൊണ്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും ഞാൻ കടം എടുക്കില്ല. കടം എടുത്തിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. അത് TV ആകട്ടെ, അല്ലെങ്കിൽ 2 വീലർ ആവട്ടെ, കാറാവട്ടെ, വീടാവട്ടെ, വീടിന് പോലും ഞാൻ കടം എടുക്കാതെ ഞാൻ കൂട്ടിവെച്ച പൈസ കുറച്ചായി, പിന്നെ കുറച്ച് ഉള്ള പൈസ എല്ലാം ആയിട്ടാണ് ഞാൻ വീട് കെട്ടിയത്. വീട് കെട്ടുമ്പോൾ പോലും ഞാൻ ലോൺ എടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട, അപ്പോൾ എനിക്ക് ഒരുപാട് പൈസയുള്ള ആളാണ് ഞാനെന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷെ ഞാൻ ഈ കൂട്ടി വെച്ച് ഉണ്ടാക്കിയ വീടാണിത്, മനസ്സിലായില്ലേ. പിന്നെ ഹസ്ബൻഡിനോട് ആണെങ്കിലും ഞാൻ കടമായിട്ടാണ് വാങ്ങിയത്. ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ ആ പൈസ തന്നു തീർക്കാം, വിത്തൗട്ട് ഇൻട്രസ്റ്റ് തന്നു തീർക്കാന്നുള്ള ഒരു ബേസിലാണ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലാണ് ഞാൻ പൈസ വാങ്ങിയത്. അതിന് പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. അത് ഇനി ഒരിക്കൽ അതിനുള്ള ഒരു സന്ദർഭങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഞാൻ കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്ന സമയത്ത് ഞാനത് പറയാം. കടം ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കടം വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. പരമാവധി കടം വാങ്ങാതിരുന്നാൽ നമുക്ക് സേഫായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരുപാട് അത് നമ്മുടെ ഫാമിലിയിൽ സന്തോഷം പകരാൻ പറ്റും. നമ്മൾക്ക് എല്ലാവർക്കും ബുദ്ധിയില്ലായ്മയൊന്നുമില്ല. എല്ലാത്തിനെ കുറിച്ചും എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും നമ്മൾ ബോധവാന്മാരാണ്. പക്ഷെ എല്ലാം അറിയാം, പക്ഷെ നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾക്കുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ പ്രശ്നം. അത് തിരിച്ചറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ കുറച്ചുകൂടി നമ്മൾ ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ചിലവുകളെക്കുറിച്ചും നമ്മുടെ സേവിങ്സിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമുക്കിതൊക്കെ എളുപ്പം മറികടക്കാൻ പറ്റും. ഇനിയിപ്പോൾ കടമുള്ളവരാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ശരിയാവും. നമ്മൾക്കും ഒരു നല്ല കാലം വരും. അപ്പോൾ ആരും ടെൻഷൻ അടിച്ച് ഒരുപാട് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും കെയർഫുള്ളായിരിക്കണം.
നമ്മളുടെ മനസ്സിൽ എത്ര പെട്ടെന്ന് ഈ കടം വീഴ്ത്താം എന്നുള്ളൊരു ചിന്ത മാത്രമേ പാടുള്ളൂ. അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിലൂടെ നമ്മൾ ജീവിക്കുക, ചിലവ് പരമാവധി ചുരുക്കുക, കൂടുതൽ അഡീഷണൽ ഇൻകം കിട്ടാനുള്ള വഴികളെ പറ്റി ചിന്തിക്കുക. ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ പല വഴികളും നമ്മൾക്ക് വരും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യാനുള്ള തയ്യാറെടുപ്പും കൂടി നമ്മൾ തയ്യാറായിരിക്കണം. അതാണ് മെയിൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ പ്രോബ്ലംസും നമ്മൾ വിചാരിച്ച സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളെ നമ്മൾക്കുള്ളൂ. അത് നമ്മൾ തന്നെ ശ്രമിക്കണം. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.